ഇപ്പം കൂടെ ഒന്ന് പറയാം. ഈ ക്ഷേത്രത്തിന് പനയന്നാർക്കാവുമായി ഒരു ബന്ധമുണ്ടെന്നും തെക്കൻ ചിട്ടകളാണ് ഇവിടെ പാലിക്കപ്പെടുന്നതെന്നും കേട്ടിട്ടുണ്ട്. അതൊന്ന് ചെറുതായി വിശദീകരിക്കാമോ? ഈ ക്ഷേത്രത്തിൻ്റെ ആചാരരീതികൾ തെക്കൻ താന്ത്രികത്തിലാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഇന്ന് വരെ നടത്തുന്ന നൂറുംപാലും സർപ്പബലി മറ്റുള്ള പൂജകളെല്ലാം തെക്കൻ താന്ത്രിക പ്രകാരമാണ്. നമ്മൾ വടക്കൻ മലബാറിലെ താന്ത്രികത്തിലും ഈ സർപ്പാരാധനയിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഒന്ന്, സർപ്പാരാധനയിൽ പരശുരാമൻ തീരദേശങ്ങൾക്കാണ് സർപ്പാരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. ആ ക്ഷേത്ര ആരാധനകളെല്ലാം തെക്കൻ താന്ത്രികത്തിലാണ്. ആ തെക്കൻ താന്ത്രികത്തിലാണ് ഇവിടെ നാഗാരാധന നടത്തി വരുന്നത്. താന്ത്രികത്തിൽ നാഗാരാധനയ്ക്ക് വേറെതായിട്ടുള്ള ഒരു വിഭാഗം തന്നെയായി ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ ആരാധന പ്രകാരമാണ് ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. ആ താന്ത്രിക വിധി പ്രകാരം, തെക്കൻ താന്ത്രിക വിധി പ്രകാരം ഇവിടെ ആരാധിക്കുന്നതിന് വേറൊരു കാരണങ്ങൾ പൂർവികന്മാർ പറയുന്നത്, ഞങ്ങൾ പെരുമന മാന്നാറ് പെരുമന വലിയ പനയനാർക്കാവിലമ്മയുടെ മൂലകുടുംബത്തിൽ, അവിടെ ഞങ്ങൾക്ക് മൂലകുടുംബം അവിടെയാണെന്നും പൂർവികന്മാർ അവിടെ ഉള്ളൊരു നമ്പി വിഭാഗത്തിൽ നിന്ന് വന്നതാണെന്നും അറിയപ്പെടുന്നു. അങ്ങനെ ഒരു ബന്ധം ഇന്നും മൂലകുടുംബമായി പെരുമന വലിയ പനയനാർക്കാവിലമ്മയെ തൊഴുതു വരുന്നുണ്ട്.